ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ 4ാമത്തെ യൂണിറ്റായ അപ്പൂപ്പൻ താടി എന്ന യൂണിറ്റിൻ്റെ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വേനൽ എന്ന് പറയുന്നതാണ് പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് നോക്കാം. എല്ലായ്പ്പോഴും ദുരിതവും ദുഃഖവും മാത്രം നൽകുന്നതാണോ വേനൽ? ഈ കവിത വായിക്കും. അതായത് നമുക്കറിയാം വേനൽക്കാലം എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ദുരിതവും ദുഃഖവും ഒക്കെയാണ്. എന്നാൽ അത് എല്ലായ്പ്പോഴും ദുരിതവും ദുഃഖവും മാത്രമാണോ നൽകുന്നത്? അല്ലേ. ഒരുപാട് വേനൽക്കാലം നമുക്ക് ഒരുപാട് പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ കാഴ്ചകളും ഒക്കെ സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ ദുഃഖങ്ങൾ മാത്രമല്ല വേനൽക്കാലം നൽകുന്നത്. ഈ കവിത വായിക്കും. അപ്പോൾ ഇവിടെ വേനൽക്കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവിത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം. വേനൽ. മഴയുടെ തേങ്ങലു മാറ്റാനങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട്. അതായത് മഴയുടെ ആ കരച്ചിൽ മാറ്റാൻ വേനൽ ചിരിച്ചുകൊണ്ട് വരാറുണ്ട്. ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട്. ഭൂമിയിലൊട്ടാകെ തുമ്പികളൊക്കെ മൂളിയിരുന്നിട്ട് ചിരിക്കുന്നുണ്ട്. വീടും വീടിനകവുമെല്ലാം വെയിലിന് കുളിച്ചൊരു നിൽപ്പുണ്ട്. അതായത് വീടും അതുപോലെ തന്നെ വീടിനകവും എല്ലാം വെയിലിന് കുളിച്ചൊരു നിൽപ്പുണ്ട്. രാവിലെയായാൽ തൊടി നിറയും പടി വെയിലിൻ പുഴയൊഴുകാറുണ്ട്. അതായത് രാവിലെ ആയിട്ടുണ്ടെങ്കിൽ തൊടി, അതായത് തോട്ടത്തിലൊക്കെ വെയിലിൻ്റെ ആ പുഴ, അതായത് വെയിലിൻ്റെ വെളിച്ചം ഒഴുകാറുണ്ടെന്നാണ് പറയുന്നത്. ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിന് അവിടെ ഒരു കുളിയുണ്ട്. അതായത് കുറച്ച് വെള്ളം കണ്ടാലും വെയിലിന് അവിടെ കുളി, അതായത് വെയിലിൻ്റെ ആ വെളിച്ചം അവിടെ തട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇടവഴിയുള്ളിൽ വള്ളിക്കുടിലിൽ വെയിലിനൊരു ഓട്ടക്കണ്ണുണ്ട്. അതായത് ഇടവഴികളിലും അതുപോലെ തന്നെ വള്ളികളിലും ഒക്കെ അതായത് എല്ലായിടത്തും വെയിൽ എത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. വൈകുന്നേരം കുന്നിൻ മുകളിൽ വെയിലിന് നല്ലൊരു കളിയുണ്ട്. വൈകുന്നേരങ്ങളിൽ കുന്നിന് മുകളിലൊക്കെ വെയിൽ ചെന്നിട്ട് കളിക്കാറുണ്ട്. അതായത് ഒരു കാവ്യാത്മ രൂപത്തിൽ, അതായത് കവി വർണ്ണന രൂപത്തിലാണ് ഇവിടെ ഇതിനെ വെയിലിനെ വർണ്ണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കളിയും തീർത്തും കരഞ്ഞു കലങ്ങി വെയിലിന് പിന്നൊരു പോക്കുണ്ട്. അതായത് കളിയും തീർത്തിട്ട് കരഞ്ഞു കലങ്ങിയിട്ട് വെയിൽ പോവുകയാണെന്നാണ് എ ജയകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നത്. അതായത് എ ജയകൃഷ്ണനാണ് ഇത് എഴുതിയിട്ടുള്ളത്. സ്വകാര്യം എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള പാഠഭാഗമാണ് വേനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, കവിതയിലെ വെയിൽ ആരെപ്പോലെയാണെന്നാണ് തോന്നിയത്? അപ്പോൾ ഈ കവിത വായിച്ചപ്പോൾ ഇതിലെ വേനൽ അല്ലെങ്കിൽ ഇതിലെ വെയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരെപ്പോലെയാണ് തോന്നിയത്? കവിതയിലെ വെയിലിനെ ഒരു കുട്ടിയെ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇത്തിരി വെള്ളം കണ്ടാൽ കുളിക്കുകയും വൈകുന്നേരം കുന്നിന് മുകളിൽ കളിക്കുകയും കളി തീർന്നാൽ വിഷമത്തോടെ തിരിച്ചു പോകുന്നതും എല്ലാം വായിക്കുമ്പോൾ വെയിലിനെ ഒരു കുട്ടിയോട് ഉപമിച്ചതായി തോന്നുന്നു. അതായത് ഒരു കുട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാമാണ് ഇവിടെ വെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുട്ടിയെ പോലെ, അതായത് വെയിലിനെ നമുക്കൊരു കുട്ടിയെ സാദൃശ്യപ്പെടുത്താവുന്നതാണ്. അടുത്ത ചോദ്യം, ടീച്ചർ ചൊല്ലി തന്ന വികൃതി മഴ എന്ന കവിതയിലെ മഴയുടെ വികൃതികൾ ഇഷ്ടപ്പെട്ടോ? എന്തുകൊണ്ട്? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ എന്ത് ചെയ്യും? വികൃതി മഴ എന്ന് പറയുന്ന ഒരു കവിത നിങ്ങൾക്ക് ചൊല്ലിത്തരും. ആ കവിത നിങ്ങൾക്ക് ഇഷ്ടമായത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ എഴുതണം. അപ്പോൾ അത് നിങ്ങൾ ടീച്ചറോട് ചോദിച്ചറിഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. മൂന്നാമത്തേത്, വേനൽ ചിത്രങ്ങൾ വരച്ച് പ്രദർശനം നടത്തും. അപ്പോൾ വേനൽ ചിത്രങ്ങൾ കൂട്ടുകാർക്ക് വരയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വേനൽ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ക്ലാസ്സിൽ കൊണ്ട് പോകണം. അതായത് വേനൽ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു കരിഞ്ഞുണങ്ങിയിട്ടുള്ളതും അതായത് വരൾച്ചയെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ നിങ്ങൾക്കത് വരയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വരയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ വേനൽ എന്ന് പറയുന്ന കവിതയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വേനൽ എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകളിലായി അടുത്ത പാഠഭാഗമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.